അക്രമിയായ ഭരണാധികാരിയുടെ മുമ്പിൽ സത്യം വിളിച്ചു പറയലാണ് ഏറ്റവും വലിയ ജിഹാദ്. വാളെടുത്ത് പിന്നെ വെട്ടലോ ബോംബ് പൊട്ടിക്കലല്ല. ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദ് കലിമത്തു ഹഖ്ഖിൻ സുൽത്താനുൻ ജാഇർ, അക്രമിയായ ഭരണാധികാരിക്ക് മുമ്പിൽ സത്യം തുറന്നു പറയലാണ്. അപ്പൊ ജിഹാദിന്റെ ഏറ്റവും ഗഡ്സുള്ള ആള് സ്വീകരിക്കേണ്ട ശൈലിയാണ് നാവ് കൊണ്ട് ചെയ്യുന്ന ജിഹാദ് എന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാം പഠിപ്പിക്കുന്നു. വിശദീകരിക്കാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോവാം. രണ്ടാമത്തെ അതേപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീൻ നമുക്കാണ് ജിഹാദു ദഅവത്തി ഇലല്ലാഹ്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ അധ്വാനം, പരിശ്രമം, അത് ജിഹാദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. ഖുർആൻ അല്ലാഹു പറഞ്ഞില്ലേ, വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറാ. നബിയെ, തങ്ങളെ നാം പ്രവാചകനായി നിയോഗിച്ചത് ലോകത്തുള്ള എല്ലാ ജനങ്ങളിലേക്കുമാണ്, എല്ലാ മനുഷ്യരിലേക്കുമാണ്. എങ്ങനെയാണ് തങ്ങളെ റസൂലാക്കിയത്? ബശീറൻ വനദീറാ, നന്നായി ജീവിക്കുന്നവർക്ക് സ്വർഗമുണ്ടെന്ന് സുവിശേഷം അറിയിക്കാനും മോശക്കാരായി നടക്കുന്നവർക്ക് നരകമുണ്ടെന്ന് താക്കീത് ചെയ്യാനുമായിട്ട്. അപ്പൊ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിലേക്ക് ക്ഷണിക്കാനുള്ള ജിഹാദിന് വേണ്ടി സ്വീകരിച്ച റൂട്ടാണത്. അതോടൊപ്പം തന്നെ ഖുർആൻ അല്ലാഹു പറഞ്ഞു, വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. സൂറത്ത് ആലി ഇംറാന്റെ 104-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല രേഖപ്പെടുത്തി, വൽതകും മിൻകും ഉമ്മത്തുൻ, നിങ്ങളിൽ ഒരു സമുദായം ഉണ്ടാവണം, യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, നന്മ യദ്ഊന ഇലൽ ഖൈരി, നന്മയിലേക്ക് ക്ഷണിക്കുന്ന, വയഅ്മുറൂന ബിൽ മഅറൂഫി, നല്ലത് കൊണ്ട് കൽപ്പിക്കുന്ന, വയൻഹൗന അനിൽ മുൻകരി, തിന്മ വിരോധിക്കുന്ന, വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, ആ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നവരാണ് യഥാർത്ഥ വിജയികൾ. അപ്പൊ നിങ്ങൾ നോക്ക്, നന്മയിലേക്ക് ക്ഷണിക്കാൻ, തിന്മ വിരോധിക്കുക എന്നത് മുസ്ലിം അവന്റെ ജീവിതത്തിൽ ഒരു തപസ്യയായി കൊണ്ടു നടക്കേണ്ട സംഗതിയാണ് എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ അല്ലാഹു തആല പറയുന്നു. ഇത് എല്ലാ കാലഘട്ടത്തിലും നിലനിൽക്കുന്ന ജിഹാദിന്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞു, ബല്ലിഗൂ അന്നി വലൗ ആയ, നിങ്ങൾക്ക് ഒരായത്താണ് എന്നിൽ നിന്ന് പഠിക്കാൻ സാധിച്ചതെങ്കിൽ അത് മറ്റുള്ളവർക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കണം. നിങ്ങൾ കണ്ടില്ലേ, ആ ഒരൊറ്റ നിർദ്ദേശത്തിന്റെ പേരിലല്ലേ ലോകത്തിന്റെ നാനാഭാഗത്ത് ബഹുമാനപ്പെട്ട സഹാബത്ത് ഇസ്ലാമിന്റെ പ്രബോധനവുമായി കടന്നുപോയത്. ജിഹാദിന്റെ ഏറ്റവും വലിയ ശൈലിയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. പായക്കപ്പലിൽ വെളിച്ചം കാണാതെ കഷ്ടപ്പാടുകൾ സഹിച്ച് ബുദ്ധിമുട്ടുകൾ തരണം ചെയ്ത് ദിവസങ്ങളോളം നീണ്ട യാത്ര ചെയ്ത് കേരളത്തിന്റെ മണ്ണിലേക്ക് പ്രവാചകന്റെ പാഠശാലയിൽ നിന്ന് മതം പഠിച്ച സഹാബത്ത് അവർ കടന്നു വരുമ്പോ, ആ കേരളത്തിലേക്ക് എത്തുന്നത് വരെ പ്രതികൂല സാഹചര്യങ്ങൾ തരണം ചെയ്യുമ്പോൾ അതിശക്തമായ തണുപ്പുള്ള കാറ്റത്ത് അതാ ഇങ്ങനെ പോച്ചു വറക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട സഹാബത്തിന് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരാനും അതേപോലെ തിരിച്ചു പോകാതെ ഇങ്ങനെ കഷ്ടപ്പെട്ട് എന്തിന് ഇന്ത്യയിലേക്ക് പോകണമെന്ന് ചിന്തിക്കാതെ റസൂലുള്ളാഹിയുടെ നിർദ്ദേശം നടപ്പാക്കാൻ വേണ്ടി കേരളത്തിലേക്ക് വരാൻ, അതേപോലെ ലോകത്തിന്റെ പല ഭാഗത്തേക്കും പോകാനുള്ള മോട്ടിവേഷൻ അതെന്തായിരുന്നു എന്ന് ചോദിക്കുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ജിഹാദിന്റെ ശൈലിയാണ്. ആ അങ്ങേയറ്റത്തെ അധ്വാനം, അങ്ങേയറ്റത്തെ ശ്രമങ്ങൾ, അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, അതിലേറ്റവും വലിയ നന്മ കണ്ടെത്തിയവരാണ് സഹാബത്ത്. അതുകൊണ്ട് തന്നെ 1.25 ലക്ഷത്തോളം വരുന്ന സഹാബത്തിനോടാണ് അറഫ മൈതാനിയിൽ അള്ളാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപന പ്രസംഗം നടത്തിയതെങ്കിൽ ആ കൂട്ടത്തിൽ നിന്ന് മദീനയിൽ മറവിട്ട് കിടക്കുന്നത് എത്ര പേരാണ്? കൂടിയാൽ 10,000 പേരാണ്. മക്കയിൽ വളരെ ചുരുങ്ങിയ 1000-ൽ താഴെ ആളുകളാണ്. ഈ ബാക്കിയുള്ള ആളുകളൊക്കെ 1 ലക്ഷത്തിലധികം വരുന്ന സഹാബത്ത് എവിടെ പോയി? ഇതാ ഇവിടെ ഹാജറുള്ള ആളുകൾ, ഇവിടെ വരാൻ കഴിഞ്ഞിട്ടില്ലാത്ത തലമുറകൾക്ക് മഹത്തായി ഈ സന്ദേശം എത്തിച്ചു കൊടുക്കണമെന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ ആ ഭാരിച്ച ഉത്തരവാദിത്വത്തിന്റെ ഗൗരവം മനസ്സിലാക്കി എത്ര കഷ്ടപ്പാട് സഹിച്ചാലും എന്ത് ബുദ്ധിമുട്ട് സഹിച്ചാലും റസൂലുള്ളാഹിന്റെ നിർദ്ദേശം നടപ്പാക്കണമെന്ന ഉത്കടമായ ആഗ്രഹത്തോടുകൂടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇസ്ലാമിന്റെ പ്രബോധനത്തിനു വേണ്ടി ബഹുമാനപ്പെട്ട സഹാബത്ത് കടന്നുപോയതാണ്. ആ പോയത് മുഴുവനും ജിഹാദിന്റെ പരിധിയിൽ വരുന്നതാണ്. ഏറ്റവും വലിയ ജിഹാദ് അതാണ്. സത്യമേത് അസത്യമേത് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രവർത്തനം ജിഹാദിന്റെ ഏറ്റവും വലിയ ഗൗരവതരമായ ശൈലിയാണ്. അതേപോലെ തന്നെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ നഹ്ലിന്റെ 125-ാമത്തെ ആയത്തിൽ രേഖപ്പെടുത്തി, തങ്ങളുടെ നാഥന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കണം, ബിൽ ഹിക്മതി, തന്ത്രങ്ങൾ ഉപയോഗിച്ച് ക്ഷണിക്കണം, അതേപോലെ തന്നെ വൽ മൗഇദത്തിൽ ഹസന, നല്ല ഉപദേശങ്ങൾ കൊണ്ടും ക്ഷണിക്കണം,
അതേപോലെ തന്നെ വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ, ആവശ്യമായി വരുന്ന സമയത്ത് വാദപ്രതിവാദത്തിന്റെയോ സംവാദത്തിന്റെയോ ശൈലികൾ വേണ്ടി വന്നാൽ അതും നിങ്ങൾ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തണം. അപ്പൊ നാവിന്റെ ജിഹാദ് ഏറ്റവും പ്രധാനമായിട്ട് ഇസ്ലാമിന്റെ പ്രബോധനത്തിന്, ഇസ്ലാമിനെ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി വിശ്വാസികൾ ഉപയോഗപ്പെടുത്തണമെന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാം അറിയിച്ചു. ഇനി നിങ്ങൾ നോക്ക്, ജിഹാദുൻ നഫ്സ്, നമ്മുടെ ആത്മാവിനോടുള്ള യുദ്ധം, ഏറ്റവും വലിയ യുദ്ധം അതാണ്. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തോടുള്ള യുദ്ധം. ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസൂ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന അല്ലാഹു തആല നമുക്ക് ഖുർആൻ അറിയിച്ചു തന്നപ്പോൾ ആ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു, നമ്മുടെ ഏറ്റവും വലിയ ശത്രു നമ്മുടെ ശരീരം തന്നെയാണ്. നമ്മളെക്കാളും വലിയ ശത്രു നമുക്ക് വേറാരുമില്ല, നമ്മൾ തന്നെ. എന്താ കാരണം? ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസൂ, തിന്മ കൽപ്പിക്കുക എന്നത്, വല്ലാതെ കൽപ്പിക്കുക എന്നതാണ് ആരുടെ സ്വഭാവം? നമ്മുടെ സ്വന്തം ശരീരത്തിന്റെ സ്വഭാവം. ഉദാഹരണമൊക്കെ നമ്മൾ സാധാരണ മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവിടെ അപ്പോൾ വിശദീകരിക്കുന്നില്ല അല്ലെ. സാധാരണ നമ്മൾ വേണ്ടാത്ത വല്ലതും ചെയ്യുകയാണെങ്കിൽ എത്ര കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, നല്ല വല്ല കാര്യത്തിനും കഷ്ടപ്പെടാൻ കഴിയും. ഇല്ല, പത്തനൊക്കെ നമുക്കിതാ ഒരു മണിക്കൂർ ഇങ്ങനെ ആയി അളപ്പം നിൽക്കാവോ, പ്രധാന വിഷയത്തിലോട്ട് എത്തിയിട്ടില്ല അല്ലേ, ചെറിയ ടെൻഷൻ തുടങ്ങിയിട്ടോ. അതേ സമയത്ത് ഇവിടെ വേറെ വല്ല വേണ്ടാത്തരങ്ങളാണെങ്കിലോ എന്തൊക്കെ തന്നെ നിർത്തുന്നു. ഇങ്ങനെയാണ് ആരും ചിന്തിക്കാൻ മനുഷ്യൻ ചിന്തിക്കുക. എന്താ കാരണം? ഇന്നലെ സലാമാർത്തും ബിസു, ശരീരം മനുഷ്യനോട് എപ്പോഴും ചീത്തയാണ് കൽപ്പിച്ചു കൊടുക്കുക. അതുകൊണ്ട് ആ ശരീരത്തെ മെരുക്കിയെടുത്ത് നന്മയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. അല്ലാഹു ഖുർആനിൽ അതിനെ പറഞ്ഞു, ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ഇതിനെ മലിനമാക്കിയവൻ പരാജയപ്പെട്ടു, അതേസമയത്ത് സംസ്കരിച്ച് നന്നാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നവൻ വിജയിച്ചു എന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞു. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, അറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവാഹു അഫഅൻത തകൂനു അലൈഹി വകീല അം തഖ്തദു അന്ന അക്സറഹും യസ്മഊന വ യഅഖിലൂന ഇൻഹും ഇല്ലാ കൽഅൻആമി ബൽ ഹും അളല്ലു സബീലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫുർഖാന്റെ 43-44 ആയത്തുകളിൽ വിശദീകരിക്കുകയാണ്, ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യന്മാർ പലരും ദേഹത്തെ അവരുടെ ദൈവമാക്കി മാറ്റിയിരിക്കുകയാണ്. ശരീരം എന്താണോ പറയുന്നത് അതൊക്കെ ചെയ്യാൻ തീരുമാനിച്ചാൽ അതിനെ ഇലാഹാക്കി മാറ്റുന്ന അപകടകരമായ അവസ്ഥയിലേക്കാണ് മനുഷ്യനെത്തുക. അതൊരിക്കലും തന്നെ ഒരു പുതിയമായ മനുഷ്യന്റെ അടുത്ത് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ പറഞ്ഞു, വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. നമ്മുടെ വിഷയത്തിൽ ജിഹാദ് ചെയ്യുന്നവർ അവർക്ക് നമ്മിലേക്ക് എത്താനുള്ള വിവിധ വഴികളിലേക്ക് നമ്മൾ അവരെ വഴി കാണിച്ചു കൊടുക്കും. നമ്മുടെ വിഷയത്തിൽ ജിഹാദ് ചോദിച്ചാൽ അള്ളാനോട് പിന്നെ ബോംബ് പോയിട്ട് മുട്ടാന്നല്ല അല്ലേ. ജാഹദൂന്ന് കേൾക്കുമ്പോഴൊക്കെ എന്താ ജിഹാദല്ലേ, അള്ളാനോട് വേണം ജിഹാദ് അല്ല. മറിച്ച് വല്ലതീന ജാഹദൂ ഫീന, നമ്മുടെ വിഷയത്തിൽ ജിഹാദ് ചെയ്യുക, അധ്വാനിക്കുക എന്ന് പറഞ്ഞത് നമ്മുടെ ശരീരത്തെ ക്രമീകരിക്കാനും അള്ള പൊരുത്തപ്പെടുന്ന വഴിയിലേക്ക് നയിക്കാനുള്ള ശ്രമമാണ്. അതുകൊണ്ടാണ് തുടർന്ന് പറഞ്ഞത്, ഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ, എഹ്സാനുള്ളവരോടൊപ്പമാണ് അള്ളാന്റെ പൊരുത്തം. എന്താ എഹ്സാൻ എന്ന് പറഞ്ഞാൽ? അള്ളാഹു എന്നെ നിരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നുള്ള ബോധം. ഞാൻ റബ്ബിനെ കാണുന്നില്ലെങ്കിലും റബ്ബ് എന്നെ കാണുന്നെന്നുള്ള ചിന്ത, ആ ചിന്തയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണം. അതാണ് ഇമാം ബൂസൂരി പറഞ്ഞില്ലേ, വഖാലിഫിൻ നഫ്സ വശൈത്താന വഅസിഹിമാ വഇൻഹുമാ മഹബാ കന്നുസഹ ഫത്തഹിമി വന്നഫ്സു കത്ത്ഫിലി ഇൻ തുഹ്ബിൽഹു ശബ്ബ അലാ حب الرباع وإن تفطمه ينفطمي مولاي صل وسلم دائما أبدا على حبيبك خير المسلمين. അപ്പൊ നമ്മുടെ ശരീരം വഖാലിഫിൻ നഫ്സ, നിന്റെ ശരീരത്തോട് നീ എതിര് നിൽക്കണം. പിശാചിനോട് നീ എതിര് നിൽക്കണം എന്ന് പറഞ്ഞാൽ വഴത്തിരിമ ഓരോ രണ്ടാളും പറഞ്ഞതിന് എതിര് ചെയ്യണം. ഇങ്ങോട്ടേ പറഞ്ഞെങ്കിൽ അങ്ങോട്ട് പോകണം. കേട്ടില്ലെങ്കിൽ ഈസാ നബി അലൈഹി ഇസ്ലാമിനോട് എനിക്ക് ഇബ്ലീസ് എന്ന് പറയണം. ഈസാ നബി എപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് എന്നുള്ള ദിക്റല്ല കേട്ടോ. ബഹുമാനപ്പെട്ട ഈസാ അലൈഹി ഇസ്ലാം പറഞ്ഞു, നീ പറഞ്ഞു എന്ന വകയിൽ ഞാൻ ചെല്ലില്ല. അതാണ് എവിടെങ്കിലും ഒരു ഷെയ്ഖുണ്ടെന്ന് നിങ്ങൾക്ക് പോയി കൊടുക്കണ്ട. ഷെയ്ഖ് യോഗ്യനാണോ എന്ന് അറിഞ്ഞിട്ട് വേണം ദിക്ർ വാങ്ങാൻ. ഞാൻ എവിടെ ദിക്ർ വാങ്ങാനല്ല, ഇതിപ്പോ എന്താ എന്ന് ചിന്തിക്കാൻ പാടില്ല. ഈസാനബിയെ പഠിപ്പിക്കണം നമ്മളെ. നീ പറഞ്ഞു എന്ന പേരിൽ ഒറ്റ പ്രാവശ്യം പോലും ഞാൻ ചെല്ലൂല. കാരണം എന്താ? എന്നെ കൊണ്ട് ആ ദിക്ർ ചെല്ലിച്ച വകയിൽ എന്തെങ്കിലും ദുരുദ്ദേശം നീ മനസ്സിൽ വെച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് മനുഷ്യന്മാരങ്ങനെയാണ്. ഓരോ വിഷയത്തിൽ ഇപ്പൊ ഇബ്ലീസിനെ എങ്ങനെ ഒപ്പിക്കാൻ പറ്റാൻ അത് നോക്കുന്ന ആളാണ്. ഇപ്പൊ അടുത്ത ദിവസം ഒരാൾ എനിക്കൊരു മെയിലയച്ചു. ബഹ്റൈനിൽ പണ്ടുണ്ടായതാന്ന് പറഞ്ഞൊരു മെയിൽ ഒരാഴ്ച ചിലപ്പോൾ ഉള്ളതായിരിക്കും ഇല്ലാത്തായിരിക്കും. അത് പിറ്റാണ് തോന്നിയോണ്ട് ഞാൻ പറയാം. എന്താ, ഒരു ആള് ഒരു ഇംഗ്ലീഷുകാരൻ ബാർബർ ഷോപ്പിൽ കയറി. അപ്പൊ അവിടുത്തെ ബാർബർ കുടിയെ കൊട്ടിക്കൊടുത്തു. പൈസ കൊടുത്തു. പറഞ്ഞു വേണ്ട, പൈസ ഉണ്ടത് നമ്മളെ വക ഫ്രീ ആയിട്ടുള്ള ഈ ഒരു സാമൂഹ്യ സേവനം എന്നുള്ള നിലക്കാണ് ഞാൻ ചെയ്യണത്. അപ്പൊ അയാൾ അന്ന് പോകും. പിറ്റേ ദിവസം ഇയാൾ കട തുറക്കാൻ ചെന്നപ്പോ ഈ ഇംഗ്ലീഷുകാരൻ്റെ വക ഒരു താങ്ക്സ്
ഇങ്ങനത്തെ ഒരു മനസ്സിൽ ഈ കാലത്തുള്ള മനുഷ്യന്മാരുണ്ടാകും. അവിടെ നിന്ന് നന്ദിയാത്തൊരു അവിടെ രണ്ടാമത്തെ ദിവസം അവിടെ ചെന്ന ഒരു ഫിലിപ്പീനി അയാളോട് പൈസ കൊടുത്തവരും പൈസ ഉണ്ട് അയാൾ വെറുതെ പിന്നെ ഒരു സേവനം നിങ്ങൾക്ക് സർവീസ് നൽകി ചെയ്യാനാണ്. അങ്ങനെ പിറ്റേ ദിവസം കടവർക്കാൻ ചിലപ്പോൾ അവിടെ ഇരുന്നത് ഇങ്ങനെ ഒരു ടാക്സിന്റെ ഒരു ബോർഡ് അവിടെ കണ്ടു. മൂന്നാമത്തെ ദിവസം മലയാളി വരും. മലയാളിയോടും അത് പൈസ കൊടുത്തോ പൈസ ഉണ്ടാവും. അപ്പൊ പിറ്റേ ദിവസം ഇയാൾ കട തുറക്കാൻ നോക്കും 12 മലയാളികൾ ലൈനിട്ട്. ഇയാൾ അവിടുന്ന് പൈസ വേണ്ടാന്നുള്ള വിവരം അറിഞ്ഞോടും കൂടെ അയാൾ വന്നു പിന്നെ സ്വന്തപ്പെട്ട് മെയിൽ ഫോർവേഡ് ചെയ്തു ഇങ്ങനെ ഒരു ബാർബർഷാപ്പുണ്ട് അവിടെ പോയാൽ മതി അല്ലേ. അപ്പൊ മനുഷ്യന്മാരെ അതേപോലെ ഇതിനൊക്കെ ഓരോരുത്തരും അവരവർക്ക് ഒപ്പിക്കാൻ പറ്റുന്ന സംഗതികളൊക്കെ എന്ത് ചെയ്യും. അതിൽ ഏറ്റവും പിന്നെ സൂത്രധാരിയാണ് ആര്? സൂത്രധാരനാണ് ഇബ്ലീസിനായിട്ടുള്ളത്. അതുകൊണ്ട് അവൻ നമ്മളോട് ചിലപ്പോൾ നല്ലത് ചെയ്യാൻ പറഞ്ഞാൽ തന്നെ അതിന്റെ പിന്നിൽ എന്തുണ്ടാകും? ദുരുദ്ദേശം ഉണ്ടാകും. അതുകൊണ്ട് വാഴ്ത്തിക്കുമാ രണ്ടാളും പറഞ്ഞ് കേൾക്കാൻ നിൽക്കണ്ട എന്ന് രേഖപ്പെടുത്തിയിട്ട് പറയാണ്. ഈസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, നീ പറഞ്ഞ വകയിൽ ഞാൻ എന്ത് ചെല്ലൂല, ലായലാണെന്ന ചെല്ലൂല. ലായലാണെന്ന നല്ല തന്നെ, പക്ഷെ പറഞ്ഞെന്ന് നീ ആവുമ്പോ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടാവും. ഈസാ നബിയുടെ ഉസ്താദാണ് ഞാനെന്ന് പറയാനും ചിലപ്പം മൂപ്പർക്ക് ദിക്ർ പറഞ്ഞിട്ട് ഞാനാമത്തെ അങ്ങനെന്താ ഇപ്പൊ നമുക്ക് കേട്ടില്ല. അങ്ങനത്തെ മൂപ്പർക്കൊക്കെ ദിക്ർ പറഞ്ഞിട്ട് ഞാനല്ലേ എന്ന് പറഞ്ഞു കളശരിക്കത്തിലൊക്കെ നമ്മൾ കേൾക്കലുണ്ട്. അതുകൊണ്ട് ഈസാ അലൈഹി ഇസ്ലാം പറഞ്ഞു, നീ പറഞ്ഞ വകയിൽ ഞാൻ ചെല്ലൂല. അതാണ്. അപ്പൊ നാലാമത്തെ ജിഹാദിന്റെ ഘട്ടം ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് നമ്മുടെ സ്വന്തം ശരീരത്തോടുള്ള ജിഹാദ്. അതെല്ലാവർക്കും ബാധ്യത സംഗതി, അവനവന് ചെയ്യൽ നിർബന്ധമുള്ള സംഗതിയാണ് ഈ ജിഹാദ്. ഇപ്പൊ പറഞ്ഞൊക്കെ അവനവൻ എന്ത് ചെയ്യണം? അവന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യൽ നിർബന്ധമുള്ള ജിഹാദാണ്. അഞ്ചാമത്തെ ജിഹാദ് ജിഹാദ് ഷൈത്താൻ, പിശാചിനുള്ള പറഞ്ഞതിന്റെ ഇപ്പൊ പറഞ്ഞതിന്റെ ബാക്കി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജിഹാദ്. അഫ്ളലുൽ ജിഹാദി ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലുൽ ജിഹാദ് ജിഹാദുൻ നഫ്സ്, ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദ് സ്വന്തം ശരീരത്തോടുള്ള ജിഹാദാണ്. കഴിഞ്ഞ പിശാചിനുള്ള ജിഹാദാണ്. ഖുർആൻ അല്ലാഹു തആല പറഞ്ഞില്ല, അലമഅഹദിലൈക്കും യാ ബനി ആദം അല്ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. അലമഅഹദിലൈക്കും യാ ബനി ആദം, മനുഷ്യരെ നിങ്ങൾക്ക് ഞാൻ വിവരം തന്നിട്ടില്ലേ, അല്ലാ തഅബുദു ശൈത്താൻ, നിങ്ങൾ പിശാചിനെ ആരാധിക്കരുത്. കാരണം ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. നിങ്ങളുടെ എതിർച്ചേരിയിലാണ് അവൻ ചിന്തിക്കുന്നത്. വാസ്തവത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി പിശാചിന്റെ ഗൗരവം എത്രമാത്രം. ഖുർആനിൽ തന്നെ അല്ലാഹു തആല അത് സൂറത്ത് യാസീനിൽ അല്ലാഹു തആല 60-ാമത്തെ ആയത്തിൽ പറഞ്ഞതാ. ഇനി വേറെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, യാ ബനി ആദം ലാ യഫ്തിനന്നകും ശൈത്താനു കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന യൻസിഉ അൻഹുമാ ലിബാസഹുമാ ലിയുരിയഹുമാ സൗആതിഹിമാ ഇന്നഹു യറാകും ഹുവ ഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും ഇന്നാ ജഅൽനാ ശയാത്തീന ഔലിയാഅ ലില്ലദീന ലാ യുഅ്മിനൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഓ മനുഷ്യ സമൂഹമേ, പിശാചുകൾ ഒരിക്കലും തന്നെ വഴികേടിലാക്കരുത്, നിങ്ങൾ കുഴപ്പത്തിലാക്കരുത്. കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന, പണ്ട് സ്വർഗത്തുനിന്ന് മാതാപിതാക്കളെ പുറത്താക്കാൻ പ്രവർത്തിച്ച മാതിരി നിങ്ങൾ ആരെങ്കിലും കുടുങ്ങരുത്, പിശാചിന്റെ വലയിൽ നിങ്ങൾ കുടുങ്ങരുത് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൗരവത്തിൽ പറയാം, ഇന്നഹു യറാകും ഹുവ വ ഖബീലുഹു. എന്താ കാരണം? അവനെ കുറിച്ച് നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം എന്ന് പറയാൻ കാരണം ഇന്നഹു യറാകും ഹുവ വ ഖബീലുഹു, അവനും അവന്റെ ആളുകളും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മിൻ ഹൈസു ലാ തറൗനഹും, നിങ്ങൾ അവരെ കാണാത്ത നിലക്ക്. അപ്പൊ നമ്മളൊരാളെ കാണുന്നില്ല, അയാൾ നമ്മളെ കാണുന്നുണ്ടെങ്കിലോ നമ്മൾ എന്തും ചെയ്യാൻ അയാൾക്ക് പറ്റും. അതേ സമയത്തോ കാണാത്ത സ്ഥിതിക്ക് നമുക്ക് പ്രതിരോധിക്കാൻ വളരെ എന്തുണ്ടാകും? പ്രയാസം ഉണ്ടാകും. അതുകൊണ്ട് കാണാത്ത നിലക്ക് നമ്മളെ പ്രേക്ഷിക്കാൻ ശ്രമിക്കുന്ന ശത്രുവാണ് ഇബ്ലീസ് എന്ന ബോധത്തോട് കൂടെ നിങ്ങൾ എപ്പോഴും ആരെക്കുറിച്ച് ചിന്തിക്കണം? ഇബ്ലീസിനെ കുറിച്ച് ആ അർത്ഥത്തിൽ ചിന്തിക്കണം. നിങ്ങൾ നോക്കിയേ എന്താ അവന്റെ അവസ്ഥ. അബ്ബാ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്ത് വേലിയുടെ പുറത്തുനിന്ന് എന്നിട്ട് എന്താ പറഞ്ഞു? മാസമുഹുമാ ഇന്നി ലകുമാ മിനൽ നാസിഹീൻ. അല്ലാഹു തആല ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, വഖാസമുഹുമാ. ആദന്റെ പേര് ഇസ്ലാമിനോട് അബ്ബാ ബീവിയോട് സത്യം ചെയ്ത് പറഞ്ഞു, ആണയിട്ട് പറഞ്ഞു പിശാച്. എന്താ പറഞ്ഞു? ഇന്നി ലകുമ, ഞാൻ നിശ്ചയം നിങ്ങൾക്ക് മിനൽ നാസിഹീൻ, ഗുണകാംക്ഷികൾപ്പെട്ടാണ്. അവരാണെങ്കിൽ മതിയും. അബ്ബാ ബീവിനെ പറ്റിക്കാൻ വേണ്ടി വേലിയുടെ പുറത്തുനിന്ന് പുറത്താക്കിയല്ലോ, നേരത്തെ സുജൂദ് ചെയ്യാതെ പുറത്താക്കി. അവരപ്പുറത്തുനിന്ന് മതിലിന്റെ പുറത്തുനിന്ന് പറഞ്ഞു, പിന്നെ ഞാനവിടുന്ന് പോന്നു. അതേമാതിരി നിങ്ങളെ പുറത്താക്കാൻ പഠിച്ചോ വയ്യൊക്കെ ഉണ്ട്. അതിന് രക്ഷപ്പെട്ടെങ്കിൽ അവിടെ തന്നെ നിൽക്കണേ വേണേ മതി. ഇപ്പോഴുള്ള ഈ സുഖമൊക്കെ വിട്ടുകഴിഞ്ഞ് ഭൂമിയിലേക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യിപ്പോ? അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കേട്ടോ, ഞാൻ ഗുണകാംക്ഷിയാണ് എന്ന് പറഞ്ഞിട്ട് ആരെ പറ്റിച്ചേക്കും? അബ്ബാബിനെ പറ്റിച്ചേ അല്ലേ? അപ്പൊ അതേ സമയത്ത് നമ്മളെ പറ്റി എന്താ ഇബ്ലീസ് പറഞ്ഞത്? നമ്മളെ പറ്റി ഇബ്ലീസ് അള്ളാഹിനോട് തന്നെ പറഞ്ഞത്, പഠിച്ചവനെ എനിക്കൊരു കാര്യം കേൾക്കണോ, കാല പൊതുമ അപവൈത്തനി,
നീ എന്നെ എന്തൊരു കാരണം കൊണ്ട് പ്രേരിപ്പിച്ചു അഹുവ് തന്നെ ലഹും സിറാത്തക്കൽ മുസ്തഖീം, നിന്നിലേക്ക് എത്താനുള്ള കൃത്യമായ റൂട്ടിൽ സ്ട്രൈറ്റായ വഴിയിൽ ഞാൻ അവർക്ക് വേണ്ടി പതിയിരിക്കുന്നു കാത്തിരിക്കും. എന്നിട്ട് സുമ്മൽ ആതിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽബിഹിം വഅൻ അയ്മാനിഹിം വഅൻ ശമായിലിഹിം വലാ തജിദു അക്തറഹും ശാകിരീൻ. ഈ ആദമിന്റെ മക്കളെ പേർപ്പിക്കാൻ വേണ്ടി മുന്നിലൂടെയും പുറകിലൂടെയും വലഭാഗത്തൂടെയും ഇടഭാഗത്തൂടെയും എന്നാൽ എങ്ങനെയൊക്കെ പേർപ്പിക്കാനുള്ള 18 അടവും പമ്പര വിദ്യയും ഞാൻ എന്ത് ചെയ്യും, അവരെ പേർപ്പിക്കാൻ വേണ്ടി ഞാൻ പ്രയോഗിക്കും. അപ്പൊ നമ്മൾ ശത്രു ആണെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ച ആളാണെങ്കിൽ, അതേസമയത്ത് ആദം നബി അലൈഹി ഇസ്ലാമിനോട് അബ്ബാബിയോട് പറഞ്ഞത് ഞങ്ങളുടെ നല്ല ഗുണകാംക്ഷയാന്ന് പറഞ്ഞു. ഗുണകാംക്ഷ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറ്റിച്ചെങ്കിൽ പിന്നെ ശത്രുവാന്ന് പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ആ പറ്റിക്കൽ ഒരു 1.5 പറ്റിക്കല് അത് ആലോചിച്ചിട്ട് വേണം ആര് നിൽക്കാൻ, നമ്മൾ നിൽക്കാൻ. അപ്പൊ പിശാചിനോടുള്ള അതിശക്തമായ യുദ്ധത്തിന്റെ പ്രഖ്യാപനം അതാര് നടത്തണം, നമ്മൾ നടത്തണം. പിശാചിനോടുള്ള ജിഹാദാണ് മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു ജിഹാദ്.